ഞാനിത് വിശ്വസിക്കത്തില്ല. വിശ്വസിക്കണം മൂപ്പ. മൂപ്പാന്റെ മകള് ഗർഭിണിയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ തലചുറ്റി വീഴുന്നതും ഛർദിക്കുന്നതും. ഇല്ല, നീ ചുമ്മാ കള്ളം പറയുക. എന്റെ കുഞ്ഞിനോട് ചെറുപ്പം മുതലേ നിനക്ക് അസൂയ, അതുകൊണ്ട് നീ കള്ളം പറയുക. അല്ല മൂപ്പ, ഞാൻ കള്ളം പറയുന്നതല്ല. മൂപ്പൻ മൂപ്പാന്റെ മകളോട് തന്നെ ചോദിച്ചു നോക്ക്. എന്റെ മകള് സൗന്ദര്യ റാണി ആയതുകൊണ്ട് തന്നെ നിനക്ക് അവളോട് അസൂയാണ്. അതുകൊണ്ട് അവളുടെ പേരിൽ നീ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്. മൂപ്പ, എന്നെ ചുമ്മാ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ മൂപ്പൻ മൂപ്പാന്റെ മകളോട് തന്നെ ചോദിച്ചു നോക്ക്. സുഭദ്ര, ഈ കാട്ടുമൂപ്പത്തി പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ? ഈശ്വര, ഞാൻ അച്ഛനോട് എന്താ പറയാ? മോള് സത്യം പറ. മോളെ എന്താ സംഭവിച്ചത്? പറ, എന്താ മോളെ പ്രശ്നം? അത് പിന്നെ അച്ഛാ, എന്താ മോളെന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ? എന്തിനാ എന്റെ പൊന്നെ മോള് കഴിയുന്നേ? കാട്ടുമൂപ്പത്തി പറഞ്ഞതിൽ സത്യമുണ്ടോ പൊന്നെ? ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അച്ഛനെല്ലാം അറിയാൻ സമയമായിട്ടുണ്ട്. ഇത് ഇത്രയായ സ്ഥിതിക്ക് ഞാൻ എല്ലാം അച്ഛനോട് പറയാൻ പോവുകയാണ്. മോക്ക് എന്താ പറ്റിയേ? പറ മോളെ, എന്താ ഈ മൂപ്പത്തി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അതെ അച്ഛാ, ഈ കാട്ടുമൂപ്പത്തി പറഞ്ഞത് എല്ലാം സത്യമാണ്. അതെ അച്ഛാ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ആരാ ഉത്തരവാദി? പറയടി. അയ്യോ അച്ഛാ, അച്ഛൻ എന്തിനാ ദേഷ്യം പിടിക്കുന്നേ? എന്നോട് ഈ കൊടും ക്രൂരത ചെയ്ത നിന്നോട് പിന്നെ ഞാൻ എന്താടി വേണ്ടത്? പറയടി, ആരാടി നിന്നെ പേപ്പിച്ചത്? അത് പിന്നെ അച്ഛാ, അന്ന് കാട്ടില് കിണറ് കുത്താൻ വന്ന രാമൻ. അവനാണോ? അയ്യോ അച്ഛാ, അച്ഛാ, അയ്യോ അച്ഛനെ അടിക്കാതെ. പിന്നെ ഞാൻ നിന്നെ എന്തു അടി വേണ്ടത്? കാട്ടിലെ ദേവിയാണെന്ന് പറഞ്ഞു നടന്ന എന്നെ നീ നാണം കെടുത്തില്ലടി. എന്നോട് ഈ മഹാപാപം ചെയ്ത നിന്നെ ഞാൻ അയ്യോ പിന്നെ സംഭവിച്ചത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. അത് നിങ്ങൾ നമ്മളെങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കാതെ എന്താ പിന്നീട് സംഭവിച്ചത്? പറ. അച്ഛൻ എന്നെ ഒരുപാട് തല്ലി, ഒരുപാട് ചീത്ത പറഞ്ഞു. എന്നിട്ട് പിന്നീട് കാട്ടുമൂപ്പത്തി, ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഇവളെ ഇനി ഈ കാട്ടില് ഒരിക്കലും ദേവിയാക്കാൻ കൊള്ളത്തില്ല. എന്നെ വഞ്ചിച്ച ഇവക്ക് ശാപം കൊടുക്കണം, ഈ കാടിന്റെ ശാപം. മൂപ്പത്തി, ഇവളുടെ രൂപം പൂർണ്ണമായും മാറ്റണം. അയ്യോ എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്. എന്നെ വഞ്ചിച്ച നിനക്ക് ഇതിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല. അയ്യോ അരുത് അരുത്, എനിക്ക് ശാപം നൽകരുത്, എന്നെ ശപിക്കരുത്. മൂപ്പത്തി, ഞാൻ പറയുന്ന പോലെ ചെയ്യേ. ശരി മൂപ്പ, എല്ലാം മൂപ്പൻ പറയുന്ന പോലെ തന്നെ. ഇനി ഒരാണ് പോലും നിന്റെ മുഖത്ത് പോലും നോക്കില്ല. നിന്റെ രൂപം ഒന്നാകെ മാറാൻ പോവുകയാണ്. കാട്ടുമൂപ്പത്തി, ശരി മൂപ്പ. ഇവളുടെ തല മൊട്ടയാവട്ടെ. ഓങ്കാരാങ്ക 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 മൊട്ടയാവട്ടെ. ഇവളുടെ പ്രായം 20 വയസ്സ് കൂടട്ടെ. ഓങ്കാരാങ്ക 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 പ്രായം കൂടട്ടെ. ഇവളുടെ ശബ്ദം ആണിന്റെ പോലെയാവട്ടെ. ഓങ്കാരാങ്ക 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 ശബ്ദം മാറട്ടെ. പല്ലുകൾ യക്ഷിയുടെ പോലെയാവട്ടെ. ഓങ്കാരാങ്ക ഓങ്കാരാങ്ക ഓങ്കാരാങ്ക. അങ്ങനെയാണോ നിങ്ങളെ കോലം ഇങ്ങനെ ആയത്? അതെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ശാപം കിട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ആയത്? ഞങ്ങളെ കാട്ടില് അങ്ങനെയുണ്ട്. കാട്ടുമൂപ്പത്തി ആര് ശപിച്ചാലും അതേൽക്കും. ഒന്നാമത് കാട്ടുമൂപ്പത്തിക്ക് ചെറുപ്പം മുതലേ എന്നോട് വല്ലാത്ത അസൂയായിരുന്നു. മാത്രവുമല്ല, ഞാൻ എന്റെ അച്ഛനെ വഞ്ചിച്ച പോലെയായി. അതുകൊണ്ട് തന്നെ ആ ശാപം എനിക്ക് ഏറ്റു. അപ്പൊ നിങ്ങൾക്ക് ഈ രൂപം ഒരു കാലത്ത് മാറാൻ പറ്റൂല? ഇല്ല. പണ്ട് നിങ്ങളെ കാണാൻ നല്ല രസമുണ്ടേനു. ഞാൻ അതീവ സുന്ദരിയായിരുന്നു. എന്നിട്ട് പിന്നെന്താ ഉണ്ടായത്? പറയാം. ആ കുട്ടിയോ? നിങ്ങളെ വയറ്റിലുണ്ടായ കുട്ടിയോ? എല്ലാം പറയാം. രൂപം മാറിയ ഞാൻ കാട്ടിലൂടെ ഒരുപാട് ദിവസങ്ങൾ അലഞ്ഞു തിരഞ്ഞു നടന്നു. ഒരാൾക്ക് പോലും എന്നെ മനസ്സിലായില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ സുഭദ്രയാണെന്ന്. പക്ഷെ ആരും വിശ്വസിച്ചില്ല. അവരെ പറഞ്ഞിട്ടും എന്ത് കാര്യം? എന്റെ രൂപം കണ്ടിട്ട് എനിക്ക് തന്നെ മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു ദിവസം, ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്താ ചെയ്യണ്ടേ? രാധ ഇത് എവിടെ പോയി കിടക്കുക? അവളെ എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് കാണണം.
അവൾക്ക് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂ. എന്റെ വയറ്റി വളർന്ന കുഞ്ഞിനെ എനിക്ക് വളർത്തണം. രാധ, രാധ. രാധയും തേടി ഞാൻ ഒരുപാട് ദിവസങ്ങൾ ആ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അങ്ങനെ ഒരു ദിവസം സുഭദ്ര എന്നോട് പിണക്കായിരിക്കും. ഇപ്പൊ ഞാൻ കാട്ടിൽ നിന്ന് പോയിട്ട് 2-3 ദിവസമായി. പോയത് വേറെ ഒന്നിനും അല്ലല്ലോ, അവൾക്ക് പട്ടണത്തില് ഒരു റൂം ശരിയാക്കാനല്ലേ. അത് അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവൾക്കൊരു സർപ്രൈസ് ആയിരിക്കും ഇത്. അവളുടെ കുഞ്ഞിനെ ഒരു ആപത്തും കൂടാതെ അവളുടെ പ്രസവം സുഖമായി നടത്തണം. അതിന് അവൾ ഈ കാട്ടിൽ നിന്നാല് ഒരിക്കലും ശരിയാവില്ല. എത്രയും പെട്ടെന്ന് അവളെ പട്ടണത്തിൽ എത്തിക്കണം. ഇപ്പോഴൊന്ന് സമാധാനമായത്. പട്ടണത്തിലെ റൂമും കാര്യമൊക്കെ ശരിയായി. ഇനി ഇന്ന് രാത്രി ആരും അറിയാതെ അവളെ പട്ടണത്തിലേക്ക് കടത്തണം. അതാണ് എന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. ദേവിയെ, എനിക്ക് ശക്തി തരണേ. സുഭദ്രയ്ക്കും അവളുടെ കുഞ്ഞിനും ഒരു പ്രശ്നം കൂടാതെ അവളുടെ പ്രസവം സുഖമായി നടത്താൻ സാധിക്കണേ. ഈ കാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണേ. അതും പറഞ്ഞുകൊണ്ട് രാധ സുഭദ്രയുടെ വീട്ടിലേക്ക് പോയി. പട്ടണത്തെ റൂം ശരിയായ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു രാധ അവളുടെ വീട്ടിലേക്ക് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോ രാധ കണ്ട കാഴ്ച. ഞാൻ വന്നടി, ഒന്ന് ഇറങ്ങി വാ. പാവം ഛർദിച്ച് കിടക്കായിരിക്കും. പട്ടണത്തിൽ പോയിട്ട് നല്ലൊരു ഡോക്ടറെ കാണിക്കണം. പെണ്ണിനോട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലല്ലോ. വൈദ്യരെ കാണിക്കണം എന്ന് പറയാം, എന്നാലേ അവർക്ക് മനസ്സിലാവൂ. ഈ പെണ്ണ് എവിടെ പോയി കിടക്ക? സുഭദ്ര, സുഭദ്ര, എടി ഞാനാടി രാധ, ഒന്നിങ്ങി വന്നേ. അമ്മേ, എവിടെ സുഭദ്ര? എവിടെ മോള് ഇത്രയും ദിവസം എവിടെയായിരുന്നു? അമ്മേ, അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അമ്മ എന്തിനാ കരയുന്നേ? മോൾ ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം താ. മോൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അത് പിന്നെ അമ്മേ, ഞാൻ പട്ടണത്തില് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോ ഈ കാട്ടില് നടന്ന സംഭവം ഒന്നും മോൾ അറിഞ്ഞിട്ടില്ലല്ലേ? എന്താ അമ്മ, എന്താ പറ്റിയേ? സുഭദ്ര എവിടെ? അത് പിന്നെ സുഭദ്രയ്ക്ക് ശാപം കിട്ടി. ശാപമോ? എന്ത് ശാപം? അമ്മ എന്തുവാ ഈ പറയുന്നേ? അതെ മോളെ, സുഭദ്രമോക്ക് ശാപം കിട്ടി. ഈ കാടിന്റെ ശാപം. അവള് ഗർഭിണിയായിരുന്നു. അവളെ കാട്ടുമൂപ്പത്തി ശപിച്ചു. അയ്യോ, എന്നിട്ട്? അവളുടെ രൂപമെല്ലാം മാറി. ഈശ്വരാ, എന്നിട്ട് സുഭദ്ര ഇപ്പൊ എവിടെയാ? അറിയില്ല. അവളെ വീട്ടിൽ കയറ്റാൻ പാടില്ലാന്ന് അച്ഛൻ പറഞ്ഞു. അവള് ചെയ്തത് തെറ്റ് തന്നെയാണ് രാധ. പക്ഷെ നൊന്ത് പ്രസവിച്ച ഒരു വയറ്റിന്റെ വേദന ആർക്കും മനസ്സിലാവില്ല. എന്റെ കുട്ടിക്ക് ഇത്ര വലിയൊരു ശിക്ഷ കൊടുക്കണ്ടായിരുന്നു. എനിക്ക് പോലും അറിയില്ല എന്റെ കുഞ്ഞിപ്പ എവിടെയാണെന്ന്. അമ്മ ഈ കാട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ? ഉണ്ടാകാം. പക്ഷെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അവളെ? അയ്യോ അയ്യോ, എനിക്ക് വയ്യ അമ്മ. എന്താ മോളെ ഈ അമ്മ ചെയ്യേണ്ടത്? മോള് പറ. അമ്മ വിഷമിക്കാതിരിക്കെ സുഭദ്രെ, ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്താം. എന്റെ പൊന്നു മോളെ എവിടെയാ? അല്ലമ്മ, അപ്പൊ അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ്? ആ കുഞ്ഞ് അവളുടെ വയറ്റിൽ തന്നെ ഉണ്ട്. ആ കുഞ്ഞിനെ അവൾ എങ്ങനെ പ്രസവിക്കുന്നു ഒന്നും അമ്മയ്ക്കറിയില്ല. അതും അവൾക്ക് കൊടുത്തൊരു ശാപം തന്നെയാണ്. അവൾ ആ കുഞ്ഞിനെയും വയറ്റിലിട്ട് നരകിക്കണം എന്നൊരു ശാപം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈശ്വരാ, എന്റെ പൊന്നു മോളെ എത്രയും പെട്ടെന്ന് സുഭദ്രയെ കണ്ടെത്തണം. അവളെ രക്ഷിക്കണം. ഈ സുഭദ്ര ഇത് എവിടെയാ? സുഭദ്ര, സുഭദ്ര. ഇതാരാ? രാധയല്ലേ? എടി രാധ. ഇതേതോ ഒരു സ്ത്രീ. ഇവിടെയൊന്നും കണ്ട് തീരെ പരിചയമില്ലല്ലോ. അയ്യോ, കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. കണ്ടിട്ട് യക്ഷിയെ പോലെയുണ്ട്. ആരാ ഇത്? എടി രാധ. ആരാ ഇത്? എന്റെ പേര് വിളിക്കുന്നുണ്ടല്ലോ, രാധാന്ന്. ആരാ നിങ്ങള്? എടി ഇത് ഞാനാ, സുഭദ്ര. ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കൂട്ടുകാരെ, ഇവിടെ നല്ല മഴയാ. അവിടെ മഴയുണ്ടോ? അപ്പൊ നമ്മളോട് കുറച്ച് കൂട്ടുകാര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ ഒന്ന് ഹായ് പറയാം. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ അടിയിൽ വന്ന പേരുകളാട്ടോ വായിക്കുന്നത്. ഏതെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, കമന്റ് ചെയ്ത കൂട്ടുകാരോട് ഹായ് പറയാൻ പോവാട്ടോ. ഹായ് നീനു, ഹായ് ഷിഫ, ഹായ് ഇഷ, ഹായ് റന, ഹായ് ലിയ, ഹായ് ഹയ, ഹായ് സയ, ഹായ് അസ്മ ഫൈഹ, ഹായ് നെഹ്മ, ഹായ് ഇഹ്സാൻ, ഹായ് ആദ്യ റജിൻ, ഹായ് ശിവാനി, ഹായ് ലക്ഷ്മി, ഹായ് ഫിസ, ഹായ് ആദിൽ കൃഷ്ണ, ഹായ് ധ്യാൻ കൃഷ്ണ, ഹായ് ജീവൻ, ഹായ് റിസ ഫാത്തിമ, ഹായ് നബീല, ഹായ് നസല, ഹായ് ഹൈഫ, ഹായ് ആലിയ, ഹായ് ഷഹസ, ഹായ് സന, ഹായ് സൻഹ ഫാത്തിമ, ഹായ് ദിൽഫ, ഹായ് ഇഫ മെഹറിൻ, ഹായ് ഇഷ മെഹറിൻ, ഹായ് മഹർ, ഹായ് നിസ. ഇത്രയും കൂട്ടുകാരാണ് നമ്മളോട് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും കൂട്ടുകാരുടെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കൂട്ടുകാരെ. പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരും നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരെ.